പല ആൾക്കാരും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ മൂന്നാമതും പിണറായി വിജയൻ ഇത് അധികാരത്തിൽ വരുന്നു പറയണത് ശരിയാണോ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളിൽ പല സ്ഥാനാർത്ഥികളെ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്, ചിലരെ തോൽക്കുന്നു പറയാറുണ്ട്. പക്ഷെ ആളൊരു വട്ടത്തിൽ കല്ല് ഇങ്ങനെ എറിയുന്നുള്ളൂ. ആളൊരു 10 കല്ല് വട്ടത്തിലിട്ട് 5 അകത്ത് വീഴും, 5 പുറത്തു വീഴുന്നു എന്നുള്ള അവസ്ഥയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം മലപ്പുറത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അതിനുശേഷം മുഖ്യമന്ത്രി 3ാം വട്ടം അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു വന്ന വിഷയം വരുമ്പോൾ ശരിക്കും അത് LDFന് ക്ഷീണമായിട്ട് മാറാനാണ് സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ ചതിച്ചു എന്നുള്ള ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു 40%-ലധികം വോട്ട് LDF നേടിയിരുന്നു. ഇപ്രാവശ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഭൂരിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലൊക്കെ ഒരുപക്ഷെ LDFന് കാലാകാലം കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ പോലും നഷ്ടപ്പെടാനാണ് സാധ്യത. പിന്നെ തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സീറ്റുകളിൽ നിന്ന് വേണം ജയിച്ചു വരാനായിട്ട്. വെള്ളാപ്പള്ളി പറയുന്നതിനെതിരായിട്ട് തന്നെ വളരെയധികം ആളുകൾ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടെന്ന്. പരസ്യമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി 3ാം പ്രാവശ്യം വരും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പുള്ള മുഴുവൻ ആളുകളും ഒരുപക്ഷെ LDFന് വോട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ വരെ ചിലപ്പോൾ എതിര് വോട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനോട് SNDPയിലുള്ള കുറേ ആളുകൾക്ക് ഇഷ്ടമുണ്ടെന്നല്ലാണ്ട് പൊതുസമൂഹത്തിന് അദ്ദേഹത്തോട് യാതൊരു മതിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യമായുള്ള പിന്തുണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFന് ദോഷം ചെയ്യുന്ന തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ നോർമലി അവസ്ഥയിൽ UDFും LDFും തമ്മിൽ കാര്യമായിട്ടും മാറ്റില്ല. കാരണം ഒപ്പത്തിനൊപ്പം ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. കാരണം ഒരു ചെറിയൊരു എഡ്ജ് LDFന് ഉണ്ടായിരുന്നു വകുപ്പ് വിഷയം കാര്യങ്ങളൊക്കെയുള്ള വിഷയത്തിൽ. പക്ഷേ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFന് കൂടുതൽ ദോഷമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ UDFിൻ്റെ തുടർഭരണ സാധ്യതയെ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനാണ് സാധ്യത. കാരണം അയാൾ LDFിനോട് ചെയ്തൊരു ചതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രത്യേകിച്ച് ആശാവർക്കന്മാരെ സമരം ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി നിൽക്കുന്നു. പിന്നെ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ളൊരു വിഷയം, ഒരു കേസും കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ CPI തന്നെ പരസ്യമായിട്ട് ചില മുറുമുറുപ്പുകൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ രഹസ്യമായി LDFനെ പിന്തുണയ്ക്കുന്നൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ വിഷയം ഉണ്ടാകുമായിരുന്നില്ല. കാരണം LDFനെ രഹസ്യമായിട്ട് ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് പരസ്യമായി തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായം മുസ്ലിം സമുദായമാണ്. അവരുടെ വോട്ടുകൾ ഉറപ്പായി വെള്ളാപ്പള്ളി നിൽക്കുന്ന സ്റ്റാൻഡിനെതിരെ വരാനൊരു സാധ്യത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ വെള്ളാപ്പള്ളിയോട് തന്നെ എതിരുള്ള പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് LDFന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വിഭാഗങ്ങളുടെ പോലും വോട്ടുകൾ എതിരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സത്യത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാ ഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കുന്നൊരു അവസ്ഥ വരുമായിരുന്നു. ഇത് സത്യത്തിൽ ഒരു നഷ്ടക്കച്ചവടമായി മാറുന്നതാണ് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം. എന്തെങ്കിലും പറയണം?